കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം ദേശീയപാത റോഡിലെ മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലായ വീട് ആ വീടിനെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് കേരള വിഷൻ ന്യൂസ് നൽകിയത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. ആ വീട് അപകടാവസ്ഥയിലായിരിക്കുകയാണ് എന്നും അത് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം ദേശീയപാത റോഡിലെ മണ്ണിടിച്ചിലിനെ തുടർന്നാണ് എന്നുള്ള കാര്യവും ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേരള വിഷൻ ന്യൂസാണ്. ഇപ്പോൾ ആ വാർത്തയ്ക്ക് ഒരു തുടർച്ചയുണ്ടായിരിക്കുന്നു. ഗുണപരമായ തുടർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. അപകടാവസ്ഥയിലായ വീട് പൊളിച്ച് നീക്കുമെന്ന് ദേശീയ അധികൃതർ അറിയിച്ചിരിക്കുന്നു. ദേശീയപാതയുമായി ബന്ധപ്പെട്ട അധികൃതർ ആ രീതിയിലുള്ള അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ വീട്ടുകാരുമായിട്ട് അധികൃതർ ചർച്ച നടത്തിയിരിക്കുന്നു. പഴയ വീട് പൊളിച്ച് പുതിയ വീട് നിർമ്മിച്ച് നൽകാമെന്നാണ് അധികൃതർ വീട്ടുകാർക്ക് നൽകിയിട്ടുള്ള ഉറപ്പ്. ദേശീയപാത റോഡിലെ മണ്ണിടിച്ചിൽ അതേ തുടർന്ന് വീട് അപകടാവസ്ഥയിലായിട്ടുള്ള വാർത്ത ആദ്യം നൽകിയത് കേരള വിഷൻ ന്യൂസ് ആയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ദൃശ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട് എങ്കിലും ആ വാർത്ത പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദൃശ്യങ്ങളില്ലാതെ ഒരു ഗ്രാഫിക്സ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ആ വാർത്തയുടെ തുടർച്ച എന്നുള്ളതിലേക്ക് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നു. ഇപ്പോൾ ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ പ്രമോദ് കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. നമസ്കാരം പ്രമോദ്. ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ആശ്വാസകരമായിട്ടുള്ളൊരു നിലപാടും അറിയിപ്പും ലഭിച്ചിരിക്കുകയാണല്ലോ. എന്തൊക്കെ അറിയിപ്പുകളാണ് താങ്കൾക്ക് ലഭിച്ചിട്ടുള്ളത്? മണ്ണിട്ട് നികത്തി രണ്ട് സൈഡും കോൺക്രീറ്റ് ഭിത്തി കെട്ടിക്കൊണ്ട് പഴയ വീട് പൊളിച്ച് പുതിയ വീട് അതേ സ്ക്വയർ ഫീറ്റിൽ പുതിയ വീട് നിർമ്മിച്ചു തരാമെന്നുള്ള ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്. എന്നാലും ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഇത്രയും സ്ഥലത്ത് മണ്ണിട്ട് നികത്തി കഴിഞ്ഞാൽ അവിടെ വീട് എടുക്കാൻ വേണ്ടി പ്രായോഗികമായിട്ട് പറ്റുമോ എന്നുള്ള പരിശോധന നടത്തണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കുള്ളൂ. അതിൽ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുനിസിപ്പാലിറ്റി ഉറപ്പും കൂടി നമുക്ക് ഇത്രയും 5 സെന്റോളം മണ്ണിട്ട് നികത്തിയുമ്പോൾ ഭാവിയിൽ വീട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊരു സംശയം നമ്മുടെ സംബന്ധിച്ചിട്ടുണ്ട്. അത് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റി ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം അവരെ എഞ്ചിനീയറിംഗ് വിഭാഗം ഒന്ന് പരിശോധിച്ചിട്ട് ഒരു അനുവാദം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം എന്ന രീതിയിലുള്ള ഉറപ്പാണ് ഇപ്പോൾ അവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ താമസിക്കുന്നത് അടുത്ത് തന്നെ വാടക വീട്ടിലാണോ? അതെ, അതിന് കുറച്ച് ഒരു 3 കിലോമീറ്റർ ദൂരെയുള്ള വാടക വീട്ടാണ് ഇപ്പോൾ താമസിക്കുന്നത്. അവര് അതുവരെയുള്ള വാടക പൂർണ്ണമായിട്ട് തരാമെന്നും ഉറപ്പും കൂടി അവരിപ്പോൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ അപകടാവസ്ഥയിലായിരിക്കുന്ന വീട് എത്രത്തോളം സുരക്ഷിതമായിരുന്നു? ആ വീട് പൊളിച്ചു നീക്കാവുന്ന ഒരവസ്ഥയിൽ തന്നെയാണോ? ഇപ്പോൾ ഏതായാലും മഴക്ക് ശേഷം മാത്രം മഴ പൂർണ്ണമായിട്ട് നിന്നതിന് ശേഷം മാത്രമേ അതിന്റെ വർക്ക് നടക്കുകയുള്ളൂ. അതോടുകൂടി വീടും കൂടി പൊളിച്ച് പുതിയ വീട് എടുക്കാമെന്നാണ് അവരിപ്പോൾ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പൊളിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല. അങ്ങോട്ടേക്ക് വണ്ടിയിൽ നിന്ന് വാഹനങ്ങൾ വിടുന്നില്ല. പൂർണ്ണമായിട്ട് 2 സൈഡും വീടിന് ഇടിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ അവർക്ക് പഴയ വീട് പൂർണ്ണമായി പൊളിച്ച് മാറ്റുക എന്ന് നിവൃത്തി മാത്രമേ ഉള്ളൂ. അതോടെ ആ സ്ഥലം കൂടി 5 സെന്റിനുള്ള വീണ്ടും സ്ഥലം പോയിട്ടുണ്ട്. ആ സ്ഥലം കൂടി ഇപ്പോൾ പഴയ വീട് പൊളിച്ചു മാറ്റിയിട്ട് പുതിയ വീട് നിർമ്മിച്ചു തരാം എന്നുള്ളത് രേഖാമൂലമുള്ള അറിയിപ്പായിട്ട് ലഭിച്ചിട്ടുണ്ടോ? അതെ, രേഖാമൂലത്തിന് അവര് എഗ്രിമെന്റ് എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എഗ്രിമെന്റ് എഴുതിയ ശേഷം മാത്രമേ ഒരു ഒപ്പിടുള്ളൂ. അതൊന്നും കൂടി നമ്മൾ ആലോചിച്ച് അവരെ ഒന്നും കൂടി ആലോചിച്ച ശേഷം മാത്രമേ ആ എഗ്രിമെന്റ് നമ്മൾ സൈൻ ചെയ്യാൻ പോകുന്നുള്ളൂ. ഒന്നും കൂടി നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. പഴയ വീട് നിന്ന അതേ സ്ഥലത്ത് തന്നെയാണോ പുതിയ വീട് നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്? അല്ല, കുറച്ചും കൂടി താഴെ ഭാഗത്ത്, അതിൻ്റെ 10 സെന്റ് കുറച്ച് താഴെ ഭാഗത്ത് എടുത്തു തരാന്ന് പറഞ്ഞത്. അവിടെ അല്ലെങ്കിൽ നമ്മള് ഇഷ്ടപ്പെടുന്ന ഭാഗത്ത് എടുത്തു തരാന്ന് അവർ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കുറച്ച് ബാക്ക് ഭാഗത്ത് എടുത്തു തരാന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും വളരെയധികം സന്തോഷം നൽകുന്ന തൽക്കാലത്തേക്ക് ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവം ദേശീയപാത റോഡിലെ മണ്ണിടിച്ചിലിൽ അപകടാവസ്ഥയിലായ വീട് പൊളിച്ച് നീക്കി അതേ സ്ഥാനത്ത് തന്നെ അല്ലെങ്കിലും കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്ത് പുതിയൊരു വീട് നിർമ്മിച്ച് നൽകാമെന്ന് ദേശീയപാത അധികൃതർ ഉറപ്പ് നൽകിയതായിട്ടാണ് ആ വീട്ടുടമ പ്രമോദ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനെ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ വാർത്ത വിശദമായിട്ട് കേരള വിഷൻ ന്യൂസിന് വേണ്ടി റിയാസ് KMR റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ തങ്ങൾക്ക് പുതിയ വീട് കുറച്ചുകൂടി സുരക്ഷിതമായ സ്ഥലത്ത് നിർമ്മിച്ച് നൽകാം എന്ന് ദേശീയപാത അധികൃതർ ഉറപ്പ് നൽകി എന്നാണ് ഇപ്പോൾ വീടിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള പ്രമോദ് സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെ നന്ദി കേരള വിഷൻ ന്യൂസിനോട് സഹകരിച്ചതിന് പ്രമോദ്.